എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ പുത്തൻ വാർത്തകൾ ഉടൻ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ആവേശകരമായ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ 11ാം വാരത്തിലെ എലിമിനേഷൻ വീണ്ടും പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ശക്തയായ മത്സരാർത്ഥിയായ ലക്ഷ്മിയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത്. അപ്രതീക്ഷിത പുറത്താകലിന് ശേഷം ലക്ഷ്മി പ്രേക്ഷകരോട് തന്റെ മനസ്സ് തുറക്കുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ദുഃഖിതയാണ്. ഈ പുറത്താകൽ എന്നെ ഒത്തിരിയധികം സങ്കടപ്പെടുത്തുന്നു. ഓരോ ആഴ്ചയും ഞാൻ എലിമിനേഷൻ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും ഓരോ തവണയും പ്രേക്ഷകർ നൽകിയ പിന്തുണയിൽ ഞാൻ അതിജീവിച്ചു. ഇത്രയും കാലം ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാം സ്നേഹം കൊണ്ടാണ്. അതിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പുറത്തായതിൽ എനിക്ക് അത്ഭുതമില്ല, കാരണം ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. കളിക്കിടെ ഞാനെടുത്ത ചില തീരുമാനങ്ങളും ചിലരുമായുള്ള എൻ്റെ ഇടപെടലുകളും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. അതാകാം ഇന്നത്തെ എൻ്റെ പുറത്താകലിന് ഒരു പ്രധാന കാരണം. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. എൻ്റെ നല്ല വശങ്ങൾ കണ്ട് എനിക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും വീണ്ടും നന്ദി. ഞാൻ എൻ്റെ 100% കൊടുത്താണ് അവിടെ നിന്നത്. എനിക്ക് തോന്നിയത് എന്തെന്നാൽ എന്നേക്കാളും ആക്റ്റീവ് അല്ലാത്ത ആളുകൾ ഇപ്പോഴും ഹൗസിനുള്ളിലുണ്ട്. എന്നിരുന്നാലും ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും സത്യസന്ധരായ കളിക്കാർ അനീഷും ഷാനവാസുമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർ രണ്ടുപേരും വളരെ നന്നായി കളിക്കുന്നു. അവരുടെ കളി പ്രേക്ഷകരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അനീഷിന്റെ ഗെയിം പ്ലാനും ഷാനവാസിന്റെ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രദ്ധേയമാണ്. അവരിൽ ഒരാൾ ഈ സീസണിലെ ടൈറ്റിൽ നേടാൻ അർഹനാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഫീക്കായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. അവർ ആരെയും കപ്പടിപ്പിക്കാതെയും നോക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. ഇത്രയും ദിവസത്തേക്ക് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ബിഗ് ബോസ് വീട്ടിൽ നിലനിർത്തിയ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് സ്നേഹം. എൻ്റെ ബിഗ് ബോസ് യാത്ര ഇവിടെ അവസാനിച്ചെങ്കിലും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തുടർന്നും എൻ്റെ കൂടെയുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ലക്ഷ്മി വ്യക്തമാക്കി. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ 11ാം ആഴ്ച അവസാനിക്കുമ്പോൾ ശക്തനായ ഒരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരാകും ഈ സീസണിലെ വിജയി എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.